ഹായ് ഗൈസ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ ഇതിലേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇതുപോലെ പൈസ വീട്ടിലിരുന്ന് സമ്പാദിക്കാം എന്നായിരിക്കും ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് ഇവിടെ 65 സെൻസ് ഉണ്ട്, 34 സെൻസ് ഉണ്ട്, ഇതിവിടെ $1 ഉണ്ട്. ഇതൊക്കെ ഡോളർ ഉണ്ടോ? ഇപ്പോൾ ഈ $1.17 നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ക്ലിക്കിലാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അല്ലാണ്ട് ഇങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് വാങ്ങിക്കേണ്ട, ഒന്നും ചെയ്യേണ്ടത്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇത് ഇങ്ങനെ ഒരുപാട് പൈസ ഇതുകൊണ്ടില്ലേ, ഇതിങ്ങനെ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും, ഇതിങ്ങനെ പൈസ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്. ഇതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞാൽ, നിങ്ങൾക്ക് അതിന് മുമ്പ് ഈ $1.17 എത്രയാണ് ഞാൻ നിങ്ങൾക്ക്, അതായത് ഈ പറയുന്നത് ഒരു ക്ലിക്കിനാണ് കേട്ടോ. അതായത് നിങ്ങളിപ്പോൾ ഇത് 1000 ക്ലിക്ക് ചെയ്ത് $1017 അതാവുക. എത്ര ക്ലിക്ക് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുന്നതിനാണ് നമുക്ക് പൈസ കിട്ടുന്നത്. ഇപ്പോൾ ഈ $1.17 ഞാൻ എത്രയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളിവിടെ ഒരു ക്ലിക്കിന് നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്നത് 85 രൂപയാണ്. അതായത് $1.17, അതായത് 85 രൂപ ഒരു ക്ലിക്കിന്. നിങ്ങൾ 1000 ക്ലിക്ക് ചെയ്ത് അത്രയും പൈസ നിങ്ങൾക്ക് സമ്പാദിക്കാം. അതായത് ജസ്റ്റ് ക്ലിക്കിന് വേണ്ടിയിട്ടാണ് പൈസ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണോ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പൈസ കിട്ടുക, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഏതൊക്കെ പ്ലാറ്റ്ഫോം നമ്മൾ യൂസ് ചെയ്യേണ്ടത് എല്ലാം ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞുതരാം. പക്ഷേ അതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ ഇതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞാൻ ഇതുപോലെ ഓരോ വീഡിയോസും ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം കാണേണ്ട പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇതാണ്. ഈ യു ലൈക്ക് ഹിറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. ഇതെന്താ പ്ലാറ്റ്ഫോം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അത് വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് മുമ്പ് നമുക്കിതെങ്ങനെ സൈനപ്പ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഇവിടെ പോയിട്ട് ഇവിടെ മുകളിൽ സൈനപ്പ് എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ യൂസർ നെയിം കൊടുക്കുക. യൂസർ നെയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാം. അതായത് ഇവിടെ ജസ്റ്റ് ഇതിങ്ങനെ എന്തെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കുക. ആ യൂസർ നെയിം അവൈലബിൾ ആണോ എന്ന് അവർ കാണിക്കാം. ഞാൻ അതൊന്ന് പെട്ടെന്ന് ഫില്ല് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിം കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഐ എം ഹ്യൂമൺ എന്ന് അതിൽ ടിക്ക് ചെയ്യുക. അപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ കാര്യം ചോദിക്കും. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ഒരു ബോക്സിൽ കാണുന്നത് അങ്ങനെ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതായത് ഇവിടെ SC എന്നല്ല കാണണം. അപ്പോൾ SC എന്ന് ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക. അതിൻ്റെ ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. അതിൻ്റെ ഇവിടെ ഡോട്ട് ഉണ്ട്, സ്പേസ് ഉണ്ട്, താങ്ക് യു ഫോർ എന്നുണ്ട്. അപ്പോൾ ഞാൻ അത് പെട്ടെന്ന് കൊടുക്കുക. ഡോട്ട് കൊടുക്കുക, സ്പേസ് കൊടുക്കുക, താങ്ക് സ്പേസ് യു ഫോർ. ഓക്കെ, ഇത് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അതുകഴിഞ്ഞിട്ട് ഇവിടെ ടോട്ടലുണ്ട്, അത് നേരെ കൊടുക്കുക. ഓക്കെ, ഇതൊക്കെ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിതിവിടെ വെരിഫൈ എന്ന് കൊടുക്കുക. ഇതിൻ്റെ ഐ എം ഹ്യൂമൻ പ്രോസസ്സ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ ടിക്ക് വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ സൈനപ്പ് എന്ന് കൊടുക്കുക. സൈനപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്കും വരിക. ഇവിടെ വന്നിട്ട് എന്താ പറയുക, ജസ്റ്റ് ഞാനത് ഓൾറെഡി കുറേ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് ടാസ്ക്, ആക്ടിവിറ്റിയൊക്കെ എല്ലാം ഞാൻ തന്നെ ചെയ്ത് നോക്കിയിട്ട് ഇത് വർക്കാവുമെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത്, അല്ലാണ്ട് വെറുതെ കാണിച്ചു തരുന്നതല്ല. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഏൺ പോയിൻറ്റ്സ് ഉണ്ടാവും. ഇവിടെ ഏൺ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടാവും. അതിൽ ഒന്ന് ഹവർ ചെയ്താൽ മതി. അത് കുറേ ഡ്രോപ്പ് ഡൗൺ മെന്യൂസ് കാണിക്കും. അവിടെ നിന്ന് നേരെ ഡെയിലി പോയിൻറ്റ്സ് ഉണ്ട്. നമുക്കിവിടെ ട്വിറ്റർ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പോയിൻറ്റ്സ് ഏൺ ചെയ്യാൻ വേണ്ട. അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് എങ്ങനെ ഏൺ ചെയ്യാൻ നോക്കുക. ഇവിടെ നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിലൊക്കെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ട്വിച്ചിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്വിച്ച് വെച്ച് ഏൺ ചെയ്യുക. ടിക്ടോക്ക് നമ്മുടെ അവിടെ ബാൻ ചെയ്തു, പണ്ടല്ല. അപ്പോൾ ഇതിലൊക്കെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ വെച്ച് നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാം. എനിക്കിപ്പോൾ ഉള്ളത് ട്വിറ്ററും യൂട്യൂബുമാണ്. നിങ്ങൾക്കും അത് തന്നെ ആയിരിക്കും. പക്ഷേ നമുക്ക് ഇവിടെ വെബ്സൈറ്റ് ഹിറ്റ്സ് പറഞ്ഞിട്ട് അതിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വെബ്സൈറ്റിൽ പോയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യുന്നതിന് നമുക്ക് പോയിൻറ്റ്സ് കിട്ടും. അതായത് ഇപ്പോൾ ഇവിടെ വിസിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ്ടല്ലോ, ഇവിടെ മുകളിൽ ടൈമർ വന്നിട്ടുണ്ട്. അതായത് യു വിൽ റിസീവ് 8 points in 14 seconds, 13 seconds എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുക, ഇത് ടൈം കഴിയുന്നവർ വെയിറ്റ് ചെയ്യാം. ഇതാണ് അവരുടെ വെബ്സൈറ്റ്. അപ്പോൾ നമ്മുടെ ടൈം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ ആഡിങ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ യു ഗോട്ട് 8 points എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. നമുക്ക് പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുക, ലീവ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ അത് പോയിട്ട് ഇനി ഇവിടെ വേറെ ഇതിവിടെ 7 points തോന്നുന്നു. നമുക്കിവിടെ ഇതുണ്ട്, പോയിൻറ്റ്സിൻ്റെ അവിടെ 9 points ആയി. നേരത്തെ 1 ആയിരുന്നു, ഇപ്പോൾ 9 ആയി. ഇനി ഏൺ പോയിൻ്റിൽ അവിടെ കൊടുത്ത് ട്വിറ്ററിൻ്റെ അവിടെ ഫോളോവേഴ്സ്, നിങ്ങൾക്ക് ട്വീറ്റ് ചെയ്ത പോയിൻറ്റ്സ് കിട്ടും. അങ്ങനെ എന്ത് ചെയ്താലും ഇതിവിടെ ഇപ്പോൾ പോയിൻറ്റ്സ് എന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഫോളോ എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വരും, ഇവിടെ ഫോളോ എന്ന് പറഞ്ഞിട്ട് ഇയാളിങ്ങനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അവിടെ ഫോളോ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ ഇത് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൺഫേം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വെരിഫൈ എന്ന് കാണിക്കും. ഇതാണ് സക്സസ് യു ഫോളോഡ് ആൻഡ് യു ഗോട്ട് 28 points എന്ന് കൊണ്ട് കാണിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് എത്രയും ഫോളോവേഴ്സ് ചെയ്ത് ഇവിടെ നമ്മുടെ പോയിൻറ്റ്സ് മാറുന്നുണ്ട്. ഇത് കണ്ടല്ലേ, 37 ആയി.
അങ്ങനെ നമ്മൾ എത്രയും ഫോളോ ചെയ്യുക, എത്രയും ട്വീറ്റ് ചെയ്യുക, നമുക്ക് പോയിൻറ്റ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതവിടെ ട്വീറ്റ് എന്ന് കൊടുത്താൽ ഇവിടെ ട്വീറ്റ് ചെയ്യാം, ലൈക്ക് കൊടുക്കാം. ഇവിടെ വ്യൂസ്, അതായത് ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നതിന് നമുക്ക് പോയിൻറ്റ്സ് കിട്ടും. ഇവിടെ ലൈക്ക്, അതായത് ഒരു യൂട്യൂബ് വീഡിയോ ലൈക്ക് ചെയ്യുന്നതിന് നമുക്ക് പോയിൻറ്റ്സ് കിട്ടും. ഇവിടെ യൂട്യൂബ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നമുക്ക് പോയിൻ്റ് കിട്ടും. ഇതൊക്കെയാണ് പോയിൻ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ബൈ പോയിൻറ്റ്സ് കൊണ്ട്, അതായത് പോയിൻ്റ് വാങ്ങിക്കാം നിങ്ങൾക്ക്. അതിന് പൈസ കൊടുക്കണം, അതൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, അത് നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യണ്ട. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇനിയാണ് മെയിൻ പരിപാടി. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതായത് ഇതിങ്ങനെ വെച്ചോളൂ. ഇത് ലോഗ് ഔട്ട് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ഇങ്ങനെ തന്നെ വയ്ക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ ഒരു പേജിലേക്ക് ആയിരിക്കും വരിക. ഈ ഒരു പേജ് എന്ന് പറയുന്നത് ആണ് നമ്മൾ മെയിനായിട്ട് നമുക്ക് പൈസ തരാൻ പോകുന്നത്. മറ്റേത് പോയിൻറ്റ്സ് ആണ്. ആ പോയിൻറ്റ്സും ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പൈസ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം എന്താ വെച്ചാൽ CPI ലീഡാണ്. അതായത് നിങ്ങൾക്ക് ക്ലിക്ക് ബാങ്ക്, ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കുറേ പറഞ്ഞിട്ടുണ്ട് ക്ലിക്ക് ബാങ്കിനെ പറ്റിയിട്ട്. അതിൽ പറഞ്ഞാൽ കുറേ അഫിലിയേറ്റ് പ്രൊഡക്ട്സ് ഉണ്ട്. അത് നമ്മൾ റെഫർ ചെയ്തിട്ട് ഒരു കസ്റ്റമർ അത് വാങ്ങിച്ചാൽ നമുക്ക് പൈസ കിട്ടും. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ആ കസ്റ്റമറിൽ അതിലൊന്ന് സൈനപ്പ് ചെയ്താൽ, അതായത് നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു വെബ്സൈറ്റ് സൈനപ്പ് ചെയ്യില്ലേ, അതുപോലെ ആ കസ്റ്റമർ സൈനപ്പ് ചെയ്താൽ നമുക്ക് $1 $2 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും, പൈസ കിട്ടിക്കൊണ്ടേയിരിക്കും. ജസ്റ്റ് അവർക്ക് സൈനപ്പ് ചെയ്താൽ മാത്രം മതി. അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞുതരാം. ഇതവിടെ നിങ്ങൾക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ഓഫേഴ്സാണ്. അത് CPI ഓഫേഴ്സാണ്. ഇതുകൊണ്ടല്ലേ, ഇത് $100 മില്യൺ പബ്ലിഷേഴ്സ്, അതായത് നമുക്ക് പബ്ലിഷേഴ്സ് $100 മില്യൺ എന്ന് പറഞ്ഞാൽ 750 കോടിയാണ്. 750 കോടി നമുക്ക് പേ ചെയ്ത് കഴിഞ്ഞു അവർ. ഇങ്ങനെ ഡിസ്പ്ലേ ആഡ്, അഫിലിയേറ്റ് ഓഫേഴ്സ് എല്ലാം നമുക്ക് കൊടുക്കുക. ഇതിവിടെ ഈ സൈറ്റ് എന്താ പറയുക ലെജിറ്റാണ് കാണുന്നത്. ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, ഹുലു എല്ലാം എന്താ പറയുക പാർട്ണർ ചെയ്തിട്ടുള്ള സൈറ്റാണ്. ഇതിവിടെ സ്റ്റാർബക്സ് ഉണ്ട്, EA ഉണ്ട്, സാംസങ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സൈറ്റിനെ പറ്റി ടെൻഷൻ എടുന്ന് പഠിക്കേണ്ട. ഇത് ലെജിറ്റാണ്, അതിൽ പ്രശ്നമൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ സൈനപ്പ് എന്നുണ്ട്. ഇവിടെ സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈനപ്പ് എന്നുണ്ടാവും. ഇവിടെ സൈനപ്പ് വിത്ത് ഫേസ്ബുക്ക് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ മെയിൽ ID ഇതൊക്കെ കൊടുത്തിട്ട് സൈനപ്പ് ചെയ്യും. ഞാൻ ഇവിടെ സൈനപ്പ് വിത്ത് ഗൂഗിൾ എന്ന് കൊടുത്തിട്ട് നേരെ സൈനപ്പ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്കായിരിക്കും വരിക. ഇതാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാഷ്ബോർഡിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ പൈസയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ എന്തിപ്പോൾ ചെയ്യുക പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് അവരുടെ പൈസയൊന്നും അവർക്ക് ചിലവാക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരു കസ്റ്റമറിന് ജസ്റ്റ് ഒന്ന് ഇതിൽ സൈനപ്പ് ചെയ്താൽ, നമ്മളിപ്പോൾ ഈ വെബ്സൈറ്റ് സൈനപ്പ് ചെയ്ത പോലെ ചെയ്താൽ മതി, നമുക്ക് പൈസ കിട്ടും. അവർക്കല്ല, നമുക്ക് പൈസ കിട്ടും. അതെങ്ങനെയാണ് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ വന്നിട്ട് ഓഫേഴ്സിൽ ഇവിടെ ഓഫേഴ്സ് ഉണ്ട്. ഇവിടെ സൈഡിൽ ഓഫേഴ്സ് ഉണ്ട്. ഈ ഓഫേഴ്സിൽ അവിടെ വരിക, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ കണ്ടു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്ത്യ ആക്കാം. ഇന്ത്യയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഇന്ത്യ എന്നുണ്ട്. ഇവിടെ ഇന്ത്യയിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ US പരിചയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ക്ലിക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയും പൈസ കിട്ടും. ഇതാണ്ടല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യേണ്ട ഓഫേഴ്സ്. അപ്പോൾ ഈ ഓഫേഴ്സൊക്കെ പ്രൊമോട്ട് ചെയ്താൽ നമുക്ക് ഇത്രയും പൈസ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതവിടെ കണ്ട $4. ഇതവിടെ $4 ഒരു ക്ലിക്കിന്. ഇതാ കണ്ട $4 ആണ്. ഇത് വിൻ ക്യാഷ് ഡെയിലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് $4 ആണ് അവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ പ്രൊമോട്ട് ചെയ്യേണ്ടത് പറഞ്ഞാൽ ജസ്റ്റ് ഇതിലേതെങ്കിലും ഒരു ഇതെടുക്കപ്പോൾ നമുക്ക് 32 cents ആയി. ബാങ്ക് ലോൺ, അതായത് ഇതെന്ത് ബാങ്ക് ലോൺ എന്ന് പറഞ്ഞാൽ ഇവർ കസ്റ്റമർ ബാങ്ക് ലോൺ എടുക്കണ്ട. ഈ ബാങ്കിൽ നിന്നൊക്കെ എന്താ പറയുക, ഇവിടെ ഇപ്പോൾ ICICI ബാങ്ക് ലോൺ, ഹോം ലോൺ എന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക ബാങ്ക് ലോൺ, അതായത് ഹോം ലോൺ ആവശ്യമുള്ള ആർക്കെങ്കിലും ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതവിടെ ഇങ്ങനെ ഇത് വരും. ഇതാണ് നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക്. ഈ ലിങ്ക് നിങ്ങൾക്ക് ഇപ്പോൾ പരിചയമുള്ള ആർക്കെങ്കിലും ബാങ്ക് ലോൺ ആവശ്യമുണ്ടോ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ബാങ്ക് ലോൺ എടുക്കൊന്നും വേണ്ട. എന്തിന് ബാങ്ക് ലോൺ എടുക്കണം? ഈ ആൾക്കാർക്ക് മൊത്തം നിങ്ങൾ ഷെയർ ചെയ്തോ, നിങ്ങളുടെ എല്ലാവർക്കും, നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്തോ. അവർ ബാങ്ക് ലോണൊന്നും എടുക്കണ്ട. അവർ ജസ്റ്റ് ആ ഒരു വെബ്സൈറ്റ് തരും ഇവർ. അതായത് ICICIൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് സൈനപ്പ് ചെയ്താൽ അവരുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ കിട്ടും. അതായത് ഈ 32 cents നമുക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ. അവർക്ക് ജസ്റ്റ് ഒന്ന് സൈനപ്പ് ചെയ്താൽ മതി. എത്ര പേരിനെ കൊണ്ട് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യിപ്പിക്കാം. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങളുടെ ഫാമിലി ഉണ്ട്, എല്ലാവരും കൊണ്ട് സൈനപ്പ് ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് പൈസ കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം അവർ സൈനപ്പ് ചെയ്യാൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കിത് പ്രൊമോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ട് അഫിലിയേറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, കോപ്പിന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഫേസ്ബുക്ക്, വാട്സാപ്പ്, നിങ്ങളുടെ വാട്സാപ്പിൽ സ്റ്റോറി ഇടുക, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ സ്റ്റോറി ഇടുക, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങളൊരു പോസ്റ്റ് തന്നെ ഇടുക. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് തരണമെന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയാം ഈ ഫേസ്ബുക്കിൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് തരണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അധികം പേർക്കും ട്വിറ്റർ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ട്വിറ്റർ എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് അതുകൊണ്ട് പറഞ്ഞുതരാം. കാരണം ട്വിറ്ററിൽ മോസ്റ്റ് ഓഫ് യു അറിയില്ല, നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് നേരെ അങ്ങനെയല്ല.
പിന്നെ അതേപോലെ തന്നെ വാട്സപ്പൊക്കെ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിലെങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്നോ ഫേസ്ബുക്കിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ടതെന്നോ ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ടത് സ്റ്റോർ ചെയ്യേണ്ടതെന്നോ ഒന്നും ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ട്വിറ്റർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അറിയാത്ത ഒരുപാട് പേരുണ്ടാവും, ട്വിറ്റർ എന്താ സംഭവം അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യുക. ഈ ഒരു ലിങ്ക് വേണ്ട, നമുക്ക് കുറച്ച് ഒരു കാര്യം ചെയ്യാം. ഒരു വെറൈറ്റിക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് നമുക്ക് എന്താ പറയുക സെല് ചെയ്യുക. അവിടുത്തെ ലിങ്ക്സ് നമുക്ക് സെല് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് കൊടുക്കുക. ഇവിടെ കൺട്രീൻ്റെ അവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നിന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇവിടെ കുറച്ചും കൂടി അധികം പൈസ നമുക്ക് കിട്ടും. ഇവിടെ കണ്ടു 75 സെൻസ് 64 സെൻസ് അങ്ങനെ ഇഷ്ടം പോലെ പൈസ ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഇവിടെ ഇതിവിടെ ഈ ഫ്രീ iPhone 12 Pro എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഫ്രീ iPhone 12 Pro എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് നേരെ കോപ്പി കൊടുക്കുക. ഇത് കോപ്പി ചെയ്തതിന് ശേഷം നേരെ ഇത് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ നിങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ ഇതാണ് ട്വിറ്റർ എന്ന് പറയുന്നത്. എന്താ പറയുക, ട്വിറ്ററിൻ്റെ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നേരെ ഇവിടെ twitter.com അതായത് ഇതിന് ലിങ്ക് ഈ കാണിക്കുന്ന വെബ്സൈറ്റിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് വന്നെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ട്വിറ്ററിൻ്റെ ലിങ്കിലേക്ക് നേരെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഹാപ്പനിങ് നൗ എന്ന് പറഞ്ഞിട്ട്, അതായത് ജസ്റ്റ് ന്യൂസാണ്. ട്വിറ്റർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അറിയാത്തവർക്ക് പറഞ്ഞുതരാം, ജസ്റ്റ് ന്യൂസാണത്. അപ്പോൾ നേരെ ഇവിടെ വന്നിട്ട് സൈനപ്പ് എന്ന് ക്ലിക്ക് ചെയ്യാം. നെയിം, ഫോൺ നമ്പർ, യൂസ് ഇമെയിൽ ഇൻസ്റ്റഡ് എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് കൊടുക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഇത് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഇമെയിലേക്ക് ഒരു കോഡ് വരും, ആ കോഡ് വരെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എല്ലാവരും ചെയ്യുന്നതല്ല, അതുപോലെ സൈനപ്പ് ചെയ്യാം. അപ്പോൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഈ ഒരു പേജിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ട്വീറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ട്വീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഐഫോൺ അല്ലേ നമ്മുടെ ഓഫർ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഫ്രീ iPhone 12 Pro നമുക്ക് ഹെഡിങ് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സൈനപ്പ് ആൻഡ് ഗെറ്റ് ഫ്രീ iPhone 12 Pro എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഇമോജീസ് കുറച്ച് കൊടുക്കാം. അതായത് ഇവിടെ ഇമോജി കൊടുക്കാം. ഓക്കെ, ഇമോജി കൊടുക്കാം. പിന്നെ നമുക്ക് മണി ഇമോജി കൊടുക്കാം. മണി കുറച്ച് അട്രാക്റ്റ് ചെയ്യും ആൾക്കാരെ. അപ്പോൾ പൈസ ഓക്കെ, എല്ലാം റെഡി സെറ്റാക്കി. ഇനി നമുക്കിവിടെ താഴെ നമ്മുടെ ലിങ്ക് കൊടുക്കാം. ലിങ്ക് എങ്ങനെ കൊടുക്കാൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടുത്തെ ഈ ഐഫോണിൻ്റെ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തില്ല, അത് നേരെ ഈ ഒരു സൈറ്റിലേക്ക് വേണം. ബിറ്റ്ലി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഇവിടെ വന്നിട്ട് ഇവിടെ ഷോർട്ടൺ യുവർ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയിട്ട് നമ്മുടെ ലിങ്ക്, അതായത് ഇപ്പോൾ അവിടെ കോപ്പി ചെയ്ത ലിങ്ക് എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഷോർട്ടൺ എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ കോപ്പി എന്ന് കൊടുത്ത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ട്വിറ്ററിൽ വരിക, ഇതിങ്ങനെ പേസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് #ടാഗ് കൊടുക്കണം. അപ്പോൾ ഇവിടെ #ടാഗിന് വേണ്ടിയിട്ട് bestHashtags.com എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സൈറ്റിലേക്ക് വരിക. അവിടെ വന്നിട്ട് iPhone എന്ന് കൊടുക്കുക. ജസ്റ്റ് iPhone എന്ന് കൊടുത്താൽ മതി. ഇവിടെ ഇങ്ങനെ iPhone എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ സെർച്ച് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ കുറേ എന്താ പറയുക ഇങ്ങനെ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ #ടാഗ്സ് ഉണ്ട്. ഇവിടെ കുറേ #ടാഗ്സ് ഉണ്ട്. അതിൽ നേരെ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരിക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ കുറേ എന്താ പറയുക അധികം ആയിട്ടുള്ള #ടാഗ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വരിക, ഡിലീറ്റ് എന്ന് കൊടുക്കുക. ഈ BHYP എന്ന് കൊടുത്തിട്ട് മാറ്റിയിട്ട് iPhone 12 എന്ന് കൊടുക്കുക. ഓക്കെ, iPhone 12 എന്ന് കൊടുക്കുക. ഇപ്പോൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇവിടെ വന്നിട്ട് ട്വീറ്റ് എന്ന് കൊടുക്കുക. ഇപ്പോൾ ട്വീറ്റ് ചെയ്യുക. ഇതിവിടെ ട്വീറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് നമ്മുടെ പോസ്റ്റ്. അപ്പോൾ ഇനി പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഈ പോസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി മെയിനായിട്ട് നമ്മുടെ പരിപാടി. നമുക്ക് ഫ്രീ ആയിട്ട് ഇത് ബൂസ്റ്റ് ചെയ്യാം. അതായത് ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് വേണം, ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്കിത് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഇവിടെ നമുക്ക് ഇനി നേരെ നമ്മുടെ ഈ ഒരു പേജിലേക്ക് വരിക. ഇനി നമ്മൾ ഇവിടെ വന്നിട്ടൊന്ന്, അതായത് ആഡ് ഓർ എഡിറ്റ് സൈറ്റിൽ വന്നിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഹവർ ചെയ്ത് കൊടുത്താൽ നമുക്കവിടെ ട്വിറ്ററിൽ നിന്ന് കാണാം. അതിൽ പോയിട്ട് ഹവർ ചെയ്ത് നേരെ ഇവിടെ ഫോളോവേഴ്സിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ആഡ് ട്വിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നേരേക്ക് ഇങ്ങോട്ട് വരിക. എന്നിട്ട് നമ്മുടെ യൂസർ നെയിം അവിടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. ഇതിവിടെ എന്ന് പറഞ്ഞിട്ട് യൂസർ നെയിം കൊടുത്തിട്ടുണ്ടാവും. അതിൽ ജസ്റ്റ് ക്ലിക്ക് എന്താ പറയുക മാറ്റസ് റിപ്ലൈ, അതാണ് നമ്മുടെ യൂസർ നെയിം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ യൂസർ നെയിം ഒന്ന് അവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് വരിക. എന്നിട്ട് ഓക്കെ, ഇതാണ് നമ്മുടെ യൂസർ നെയിം. അപ്പോൾ അത് വന്നിട്ട് ആഡ് ട്വിറ്റർ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സക്സസ്, നമ്മുടെ ട്വിറ്റർ അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആഡ് റെഡിറ്റ് സൈറ്റിൽ വരിക, ട്വിറ്ററിൽ വരിക, അവിടെ ഫോളോവേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ സംഭവം വരും. ഇതവിടെ മാറ്റേഴ്സ് ആൻഡ് റിപ്ലൈ ഫോളോവേഴ്സ് അത് 0 എന്ന് പറയുന്നത് അവരാരും ഫോളോ ചെയ്തില്ല. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഓഫ് എന്നുള്ളത് മാറ്റിയിട്ട് ഓൺ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് എത്ര കൊടുക്കുന്ന പറഞ്ഞാൽ ഒരു 20 പോയിൻ്റ് കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഇത് സെറ്റായിട്ടുണ്ട്. ഇനി എന്താ സംഭവം, ഇപ്പോൾ നമ്മളെന്ത് ചെയ്തതെന്ന് വെച്ചാൽ നമുക്കിവിടെ പോയിൻറ്റ്സ് ഇല്ലേ, ഇപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ ഇത് ഡൗൺ ആയിക്കൊണ്ടേ ഇരിക്കുക. അതായത് ഇതിലിപ്പോൾ ഒരാൾ വന്നിട്ട് നമുക്കിവിടെ ഈ ഏൺ പോയിൻറ്റ്സിൽ വന്നിട്ട് ട്വിറ്ററിൽ കൊടുത്ത് ഫോളോവേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ ഇല്ല, ഇതുപോലെ നമ്മുടെ സൈറ്റും വരും. അതായത് നമ്മളിപ്പോൾ കൊടുത്ത ആഡില്ലേ അതും വരും.
അപ്പോൾ നമുക്കിങ്ങനെ ട്വിറ്ററിൽ ഇവിടെ നമുക്ക് ഫോളോവേഴ്സ് കൂടും. അതായത് ഇവർ ഫോളോ ചെയ്യുന്നതിന് നമ്മൾ 20 പോയിൻ്റ് കൊടുക്കും. നമ്മൾ ഈ 20 പോയിൻ്റ് എങ്ങനെയാണ് ഏൺ ചെയ്ത് ഇവരിനെ ഫോളോ ചെയ്തിട്ട്. ഇതാണ് ഒരു ബാർട്ടർ സിസ്റ്റമാണ്. നമ്മൾ അവരിനെ ഫോളോ ചെയ്യുന്നു, അവർ നമുക്ക് പോയിൻറ്റ്സ് തരുന്നു. ഇവർ നമ്മളെ ഫോളോ ചെയ്യുന്നു, നമ്മൾ അവർക്ക് പോയിൻറ്റ്സ് കൊടുക്കുന്നു. അത്രേ ഉള്ളൂ, നമ്മൾക്ക് പൈസ ചിലവില്ല. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഈ പോസ്റ്റ്, അതായത് ഈ പോസ്റ്റ് നമുക്ക് റീട്വീറ്റ് ചെയ്യണം. റീട്വീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പ്രാവശ്യം ട്വീറ്റ് ചെയ്തു, ഓക്കെ ഇത് സെറ്റാണ്, ഇനി ഇവിടെ വന്നു. ഇനി അത് വേറൊരാൾ ഇതവിടെ വന്നിട്ട് റീട്വീറ്റ് എന്ന് കൊടുത്തത്, ഇതാണ് റീട്വീറ്റ്. അപ്പോൾ ഈ റീട്വീറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ല, ഈ ഒരു സാധനത്തിൽ വന്നിട്ട് റീട്വീറ്റ് ചെയ്താൽ അവരുടെ ട്വിറ്റർ അക്കൗണ്ടിൽ ഇത് നമ്മുടെ ഇതേ പോസ്റ്റ് വരും. പിന്നെ നമ്മളിപ്പോൾ ഈ കൊടുത്ത ഹാഷ് ടാഗ്സിലൊക്കെ ഒരു പ്രാവശ്യം കൂടി വരും ട്വിറ്ററിൽ. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ റീട്വീറ്റ് കൊടുക്കണം നോക്കാം. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആഡ് ഓർ എഡിറ്റ് സൈറ്റിൽ നിന്ന് കൊടുക്കുക, ട്വിറ്റർ കൊടുക്കുക, റീട്വീറ്റ്സ് എന്ന് ഇവിടെ ഉണ്ട്, റീട്വീറ്റ്സ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ ട്വിറ്ററുടെ ഈ ഒരു ID ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ID എടുത്ത് കൊടുക്കുക. ഇവിടെ മുകളിൽ പോവുക, URL ഈ ഒരു ഇത് മാത്രം, ഈ ഒരു നമ്പർ മാത്രം കോപ്പി ചെയ്യുക. അതുകഴിഞ്ഞിട്ട് നേരെ ഇവിടെ വരിക, എന്നിട്ട് നേരെ ട്വിറ്റർ IDയിൽ ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതുകഴിഞ്ഞിട്ട് ഇവിടെ ആഡ് ട്വീറ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ട്വീറ്റ് സക്സസ്ഫുള്ളി ആഡഡ് ആണ്. ഇനി നമുക്ക് അതിനുള്ള പോയിൻറ്റ്സ്, അതായത് ഇവിടെ മാനേജ് ട്വിറ്റർ റീട്വീറ്റ്സ് എന്ന് കൊടുക്കുക. ഇപ്പോൾ 2 എണ്ണം ഉണ്ട്, റീട്വീറ്റ്സ് ഉണ്ട്. അപ്പോൾ റീട്വീറ്റ്സിൻ്റെ അവിടെ നമുക്ക് ഇവിടെ പോയിട്ട് പേ ഔട്ട്സിൻ്റെ അവിടെ പോയിട്ട് ഒരു 20 പോയിൻറ്റ്സ്, ഓക്കെ 20 മതിയോ. ഇപ്പോൾ 20 കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ പേ ഔട്ട് ചേഞ്ച് ടു 20 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഓക്കെ എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എല്ലാം സെറ്റായി. ഇനി നമുക്ക് ഇവിടെ പോയിൻറ്റ്സ് ഏൺ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ എന്താ പറയുക, നമ്മുടെ ഇത് കാണിച്ചുകൊണ്ടിരിക്കുക, അവർ നമ്മുടെ ഇത് റീട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ റീട്വീറ്റ് ചെയ്ത് നമുക്ക് ഒരുപാട് പൈസ കിട്ടും. എന്നിട്ട് നമുക്ക് ഇവിടെ വ്യൂ ട്വീറ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ തന്നെ 17 പേരിൽ റീച്ച് ആയിട്ടുണ്ട്. അതിൽ ക്ലിക്കും ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടല്ലേ, ഇങ്ങനെ ക്ലിക്ക് ചെയ്യും, ഇങ്ങനെ ഓരോ ആൾക്കാർ ക്ലിക്ക് ചെയ്യും. ഇതിപ്പോൾ 17 പേരിൽ ഞാൻ ഒരു ഇതും കൊടുത്തിട്ടില്ല, അതായത് ഒരു റീട്വീറ്റോ ഒരു ലൈക്കോ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടാണ് ഈ ട്വിറ്റർ പോസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് 17 പേരിൽ റീച്ച് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും, ഇതിങ്ങനെ നമ്മൾ റീട്വീറ്റ് ചെയ്തുകൊണ്ടിരുന്ന എത്ര പേരിലെത്തും, എത്ര ക്ലിക്ക് നിങ്ങൾക്ക് കിട്ടും. അതാണ് ജസ്റ്റ് ഇങ്ങനെ ചെയ്യുക, പോയിൻറ്റ്സ് ഏൺ ചെയ്യുക, നേരെ ഇവിടെ വരിക, റീട്വീറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. അതായത് ഇവിടെ വന്നിട്ട് ഇപ്പോൾ റീട്വീറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ ലൈക്സും പോയിട്ട് ഒരു 10 പോയിൻറ്റ്സ് കൊടുക്കുക, ഒരു ലൈക്കിന് 10 പോയിൻറ്റ്സ് കൊടുക്കുക. അപ്പോൾ ലൈക്കും റീട്വീറ്റും ആയാൽ നമ്മൾ ട്വിറ്റർ തന്നെ നമ്മുടെ പോസ്റ്റ് വൈറലാക്കും. അതായത് വൈറലാക്കി കഴിഞ്ഞാൽ പിന്നെ എത്ര ക്ലിക്ക്, നിങ്ങൾക്ക് 1000 ക്ലിക്കല്ലേ, ഇഷ്ടം പോലെ ക്ലിക്ക് കിട്ടും. അത് കെട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ $1000 നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ചെയ്യുക, എത്രത്തോളം നിങ്ങളിതിൽ എഫേർട്ട് എടുക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്താ പറയുക, ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്താൽ മതി. വീഡിയോ ലൈക്ക് ചെയ്യണം, മറക്കാതെ അതൊന്ന് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.